ഹായ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് അഭിനയ പ്രതിഭകൾ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരിൽ ആരാണ് മികച്ചത് എന്ന് പറയാൻ പ്രയാസമായിരിക്കും. രണ്ടുപേരുടെയും രണ്ട് ശൈലിയാണ്. പല ആളുകൾക്കും പല അഭിപ്രായമാണ് ഇവരിൽ ആരാണ് മികച്ചത് എന്ന് പറയാൻ. ജനപ്രീതിയിലും രണ്ടുപേരും മികച്ചു നിൽക്കുന്നു. പക്ഷെ മമ്മൂട്ടിയെക്കാളും ഒരു പടി മുകളിൽ മോഹൻലാൽ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് 100 കോടി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2016 മോഹൻലാൽ ആദ്യമായി 100 കോടി കണ്ടത്. അതായത് 10 വർഷങ്ങൾക്ക് മുൻപ്. അതിനുശേഷം മോഹൻലാൽ 150ഉം 200ഉം 250 കോടിയും പിന്നിട്ടു. അതായത് മോഹൻലാലിന്റെ സിനിമകൾ വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി. പക്ഷേ മമ്മൂട്ടിയുടെ സിനിമകൾ ഇതുവരെയും 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് 85 കോടിക്ക് അപ്പുറം ഇതുവരെ മറികടക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതുവരെ 100 കോടി കിട്ടിയിട്ടില്ല എന്നുള്ളത് മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കളിയാക്കലുകൾക്ക് വിധേയമാവുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മോഹൻലാൽ പലതവണ 50 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. അദ്ദേഹം തുടരും എന്ന സിനിമയിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ മമ്മൂട്ടിക്ക് ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതും മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തെ ബാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജനപിന്തുണയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ 100 കോടി നേടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു. 100 കോടി മിക്ക ആൾക്കാരും നേടിക്കൊണ്ടേയിരിക്കുന്നു. 200ഉം 300ഉം കോടി പല താരങ്ങളും നേടുന്നുണ്ട്. പക്ഷെ ഇതുവരെയും മമ്മൂട്ടിക്ക് 100 കോടിയില്ല. ഈ വർഷം അതായത് 2026 മമ്മൂട്ടി 100 കോടി നേടും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതായത് പാട്രിയോട്ട് എന്ന സിനിമയിലൂടെ മമ്മൂട്ടി 100 കോടി നേടും എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിനിമയ്ക്ക് 100 കോടിയിൽ കൂടുതൽ ചെലവുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ 100 കോടി കിട്ടിയാൽ സിനിമ വലിയ വിജയമായി മാറില്ല. അതിന് കളക്ഷൻ ഒരുപാട് വരണം. പക്ഷേ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ ഒരു 100 കോടി ചിത്രമായിട്ട് ഇത് മാറും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ക്രെഡിറ്റ് മൊത്തം മമ്മൂട്ടിക്ക് കിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതായത് ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയാണ്. പോരാത്തതിന് ചാക്കോച്ചനും അതുപോലെ ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ പല താരനിരയും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ 100 കോടി എന്ന നേട്ടം മമ്മൂട്ടിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനാവില്ല. കാരണം ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയായതുകൊണ്ട് തന്നെ. ഇനി അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും മമ്മൂട്ടിക്ക് ട്രോളുകൾ വന്നു വീഴും. കാരണം മോഹൻലാലിനെ പോലുള്ളൊരു താരം ഉള്ളതുകൊണ്ടാണ് 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് എന്നുള്ള തരത്തിൽ പല ന്യൂസുകളും വരും. തീർച്ചയായും അവരെ കുറ്റം പറയാൻ പറ്റില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. മോഹൻലാൽ മുൻപ് 100 കോടിയും 150 കോടിയും 200 കോടിയും ഒക്കെ നേടിയ വ്യക്തിയാണ്. തെളിയിച്ച വ്യക്തിയാണ്. തനിക്ക് ജനപിന്തുണയുണ്ട്, തൻ്റെ സിനിമയ്ക്ക് പ്രേക്ഷകർ കയറും എന്ന് തെളിയിച്ച വ്യക്തിയാണ്. മമ്മൂട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമ 100 കോടി നേടിയാൽ അത് മോഹൻലാലിന്റെ കഴിവ് കൊണ്ടാണ് എന്നേ പറയുകയുള്ളൂ. മമ്മൂട്ടിക്ക് ഒരു 100 കോടി കിട്ടി എന്ന് പറയും. പക്ഷെ അത് മോഹൻലാലിന്റെ കഴിവ് കൊണ്ട് നേടിയ വിജയമായിട്ടേ പ്രേക്ഷകർ കാണുകയുള്ളൂ. മമ്മൂട്ടിക്ക് ഒറ്റയ്ക്ക് ആ ഒരു 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കാനാവില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു മമ്മൂട്ടി സിനിമയല്ല, ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അണിയറക്കാർ അവകാശപ്പെടുന്നത് പോലെ മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ മൂവിയാണ് ഇത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. എന്തായാലും മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ 100 കോടി എന്ന നേട്ടം ഈ വർഷം 2026 സ്വന്തമാക്കും. മമ്മൂട്ടിയുടെ ആ ചീത്തപ്പേര് അങ്ങ് മാറിക്കിട്ടും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.